നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ തള്ളിപ്പറഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ എന്തു ചെയ്യും? ഇവിടെ ഈ മണ്ണിൽ അത്തരമൊരു അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോയ ഒരു കുടുംബമുണ്ട്. ഈ കഥ അവരുടേതാണ്. പഴയതും പുതിയതുമായ രണ്ട് തലമുറകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കഥ. ഇത് മാധവൻ, കഠിനാധ്വാനിയായ ഒരു കർഷകൻ. മകനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. ഭാര്യ രമ, 50 വയസ്സ്. മാധവന്റെ ഭാര്യ കുടുംബത്തിന്റെ കൈത്താങ്ങാണ്. അരവിന്ദ്, 25 വയസ്സ്, മാധവന്റെ മകൻ. നഗരത്തിൽ പഠനം പൂർത്തിയാക്കി സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മലയോര ഗ്രാമത്തിലെ ചെറിയൊരു പുരയിടത്തിലാണ് മാധവനും കുടുംബവും താമസിക്കുന്നത്. വർഷങ്ങളായി മാധവൻ കൃഷി ചെയ്ത നെല്ലും വാഴയുമാണ് അവരുടെ വരുമാനം. മകൻ അരവിന്ദ് നഗരത്തിൽ മികച്ച വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചെത്തുന്നത് മാധവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമായിരുന്നു. മാധവൻ അരവിന്ദിനോട് പറഞ്ഞു, മോനെ, നിനക്കിനി ഇവിടെ ഈ മണ്ണിലിറങ്ങേണ്ട. വലിയൊരു ജോലി വാങ്ങി നല്ല നിലയിൽ ജീവിക്കണം. അതാണ് ഈ അച്ഛന്റെ സ്വപ്നം. പുഞ്ചിരിച്ചുകൊണ്ട് അരവിന്ദൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് നല്ലൊരു ജോലി കിട്ടും. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. നമ്മുടെ ഈ കൃഷിയിടത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു സംരംഭം തുടങ്ങണം. അതിന് നല്ല ഡിമാൻഡുണ്ട്. മാധവന് മകന്റെ ആശയം ഉൾക്കൊള്ളാനായില്ല. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ തന്റെ മകനും ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയന്നു. എങ്കിലും അരവിന്ദിന്റെ നിർബന്ധത്തിന് വഴങ്ങി കുറഞ്ഞ പലിശയ്ക്ക് ലോണെടുത്ത് പുതിയ സംരംഭം തുടങ്ങി. ആദ്യത്തെ 6 മാസം വലിയ തിരിച്ചടിയായിരുന്നു. ഉൽപ്പന്നങ്ങൾ വിറ്റഴിഞ്ഞില്ല, കാലാവസ്ഥ ചതിച്ചു, സാമ്പത്തിക ബാധ്യത പെരുകി. ഗ്രാമത്തിൽ പലരും അരവിന്ദിനെ കളിയാക്കാൻ തുടങ്ങി. മാധവന്റെ പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങി. മാധവന് ദേഷ്യം വന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം വെറും പാഴ്ചിലവാണ്. നിന്റെ വലിയ സ്വപ്നങ്ങളെല്ലാം ഈ മണ്ണിൽ കുഴിച്ചു മൂടി നീ ഒരു ജോലിക്ക് പോകണം. അരവിന്ദിന് നിരാശയായി. തന്റെ സ്വപ്നങ്ങൾ, തന്റെ കുടുംബത്തിന്റെ പിൻബലമില്ലാതെ തന്റെ സ്വപ്നങ്ങൾ എങ്ങനെ നേടിയെടുക്കും? സംരംഭം നിർത്തി നഗരത്തിലേക്ക് പോകാൻ അരവിന്ദ് തീരുമാനിച്ചു. അരവിന്ദ് യാത്ര തിരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. രമ മാധവനും അരവിന്ദിനും അടുത്തു വന്നു. മോനെ, മഴ പെയ്യുമ്പോൾ ചില ചെടികൾക്ക് താങ്ങു കൊടുക്കണം, അല്ലെങ്കിൽ അതൊടിഞ്ഞു പോകും. ഇപ്പോൾ നിനക്കൊരു താങ്ങു വേണം. അച്ഛൻ വിഷമിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓർമ്മയുണ്ടോ നിനക്ക്? നീ ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ വീഴാതിരിക്കാൻ അച്ഛൻ നിന്റെ പിന്നാലെ ഓടിയത്. അന്ന് അച്ഛൻ നിന്നെ താഴെ ഇട്ടില്ല. അതുപോലെ ഈ പ്രയാസത്തിൽ അച്ഛനും അമ്മയും നിന്റെ കൂടെയുണ്ട്. പണം പോയാലും നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ എന്തും തിരിച്ചു പിടിക്കാം. നിന്റെ ആശയം നല്ലതാണ്. നമുക്കൊന്നുകൂടി ശ്രമിക്കാം. രമയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാധവന്റെയും കണ്ണുകൾ നിറഞ്ഞു. മകനോടുള്ള വിശ്വാസം അദ്ദേഹത്തിൽ വീണ്ടും ഉണർന്നു. അരവിന്ദിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു, മോനെ, എന്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നിന്റെ ആഗ്രഹം ശക്തമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഈ ലോൺ അടച്ചു തീർക്കാൻ നമുക്ക് അമ്മയുടെ സ്വർണം വിൽക്കേണ്ടി വന്നാലും വേണ്ടില്ല. വിജയം വരെ നമ്മൾ ഈ മണ്ണിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കും. ആ വാക്കുകൾ അരവിന്ദിന് വലിയ ഊർജം നൽകി. അമ്മയുടെ സ്വർണം വിൽക്കാതെ തന്നെ കൃഷിയിടത്തിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്ത് കിട്ടിയ പണം കൊണ്ട് അവൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അച്ഛൻ പുതിയ കൃഷിരീതികൾ പഠിച്ചു. രമ പാക്കിങ്ങിനും വിതരണത്തിനും സഹായിച്ചു. 1 വർഷത്തിന് ശേഷം അവരുടെ ബ്രാൻഡ് നാട് മുഴുവൻ അറിയപ്പെട്ടു. മികച്ച ജൈവ ഉൽപ്പന്നങ്ങളുമായി അവർ വിജയക്കൊടി നാട്ടി. അരവിന്ദ് അച്ഛനെയും അമ്മയെയും ചേർത്ത് പിടിച്ചു. ഇത് എന്റെ മാത്രം വിജയമല്ല, എന്റെ സ്വപ്നത്തിൽ വിശ്വസിച്ച അച്ഛന്റെയും അമ്മയുടെയും വിജയമാണ്. കുടുംബം ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. കുടുംബമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും വിശ്വാസവും. നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാകും.